കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത് വലിയ ഞെട്ടലോടുകൂടിയാണ് സംസ്ഥാനം കണ്ടത്. ഈ ഒരു സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. കേരള മുൻ ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായരും ഒപ്പം തന്നെ മുൻ DGP ആയിട്ടുള്ള ജേക്കബ് പൊന്നൂസും അടങ്ങുന്നതാണ് സമിതി. ഈ സമിതിയിലുള്ള CN രാമചന്ദ്രൻ നായർ സാറാണ് നമ്മോടൊപ്പമുള്ളത്. സാർ, ഈ കമ്മീഷനെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും കമ്മീഷൻ്റെ ഒരു അന്വേഷണ പരിധിയിൽ വരുന്ന പ്രധാന കാരണങ്ങൾ? കമ്മീഷൻ്റെ പരിഗണന വിഷയങ്ങൾ ഇതുവരെ സർക്കാർ ഫ്രെയിം ചെയ്ത് തന്നിട്ടില്ല. കാര്യം വെച്ചാൽ ഇന്നലെ ഒരു എമർജൻസി മീറ്റിങ്ങിൽ ആണ് മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് അറിയിച്ചത്. അപ്പോൾ ഇനി ഗവൺമെൻറ് ടേംസ് ഓഫ് റെഫറൻസ് ഫ്രെയിം ചെയ്ത് അയച്ചു തരും. അത് അയച്ചു തന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി ആസൂത്രണം ചെയ്യാൻ. അല്ല, ഇതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, വളരെ അപൂർവമായിട്ട് വരുന്ന ഒരാൾ ജയിൽ ചാടിയതിനെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമായിരിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഇനി ആവർത്തിക്കാതിരിക്കാൻ, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഇനി ഉണ്ടാകാണ്ടിരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഗവൺമെൻറ് ചോദിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പ്രത്യേകം ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന അന്വേഷണം നടത്താൻ ഈ കമ്മീഷനോട് പറയുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ്റെ പരിഗണന വിഷയങ്ങൾ എന്താണെങ്കിലും അത് പരിഗണിച്ച് ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കും. ഇപ്പോൾ തന്നെ ഈ കണ്ണൂർ നടന്നിട്ടുള്ളത് അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് ആ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു കമ്മീഷൻ്റെ ഒരു വിലയിരുത്തൽ? അല്ല, സുരക്ഷാ വീഴ്ച തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഒരു ജയിൽ പുള്ളി ജയിലിൻ്റെ കമ്പി അറുത്ത് ആ ക്യാബിനിൽ നിന്ന് പുറത്തു വരാൻ, രാത്രി ക്യാബിനിൽ നിന്ന് പുറത്തു വരാനും ജയിലിൻ്റെ മതിൽക്കകത്തു നിന്ന് പുറത്തു പോകാനും സാധിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും വീഴ്ചയാണ്. അത് ആരുടെ വീഴ്ചയാണെന്ന് ഒന്നും നമുക്കറിയില്ല. കാര്യം വെച്ചാൽ പല പല സംവിധാനം ജയിലിലുണ്ട്. അതിൻ്റെ ഒരു കാരണവശാലും ഇങ്ങനൊരു സാഹചര്യം, രക്ഷപ്പെടാനുള്ള സാഹചര്യം ജയിലിൽ ഒരുക്കി കൊടുക്കരുത്, അല്ലെങ്കിൽ ഉണ്ടാകരുത്. അതിപ്പോൾ ഞാൻ പറയാമല്ലോ, ജയിലിലെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത് ജയിലിലെ തടവ് പുള്ളികളെ കൊണ്ടാണ്. പ്രധാനമായിട്ടും അടുക്കള മാനേജ് ചെയ്യുന്നത്. അടുക്കളയിലെ ടൂൾസ് പറഞ്ഞാൽ അറിയാമല്ലോ. അടുക്കളയിലെ ടൂൾസ് വെപ്പൺസാണ്. കത്തി, കോടാലി, വാക്കത്തി, ഇങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ നിയന്ത്രണം വേണം. പിന്നെ അവർക്ക് ഇതുപോലത്തെ സ്വാതന്ത്ര്യം കൊടുക്കരുത്. കാര്യം വെച്ചാൽ ഒരു ജയിൽ പുള്ളിക്ക് ആ ജയിൽ മുറിയുടെ കമ്പി അറക്കാനുള്ള ഒരു ആയുധം കിട്ടിയെങ്കിൽ അത് ഏത് സാഹചര്യത്തിൽ കിട്ടി, ആരെങ്കിലും ഉത്തരവാദിയായിരിക്കും, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഇത് ആദ്യത്തേതല്ല. ഇതിനു മുമ്പ് റിപ്പർ ജയാനന്ദനും പലതവണ ചാടിയിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നത് ജയിലിൽ നിലവിലുള്ള സുരക്ഷാ സംവിധാനം പോരാ. അതായത് ഈ വൈദ്യുതി വേലി അടക്കമുണ്ടായിട്ട് പോലും അതുപോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ വ്യക്തമാക്കുന്നത്? ശരിയാണ്. തീർച്ചയായിട്ടും ജയിൽ ചാട്ടം അപൂർവമാണെങ്കിലും സംഭവിക്കാറുണ്ട്. ജയിലിൽ നിന്ന് പ്രതികൾ പുറത്ത് ചാടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അത് പക്ഷേ സംഭവിക്കാറുണ്ട്. അത് ഒരിക്കലും അത് സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു അവസരം ജയിലിൽ ഉണ്ടാകരുത്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പ്രതികൾക്ക് സാധിക്കരുത്. അതിന് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം. അവിടുത്തെ സാങ്കേതികമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. നിർദ്ദിഷ്ട ക്യാമറയുണ്ട്, ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൂടാതെ ഇയാളിപ്പോൾ ഒരു ട്രം കൂട്ടി വെച്ച് ചേർത്ത് അതിന് മുകളിൽ കയറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കരുത്. അങ്ങനെയുള്ള സംഗതികളൊന്നും അവിടെ ഒരുക്കരുത്, അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ അവസരം കൊടുക്കരുത്. അതിനുള്ള ഒരിക്കലും ജയിലിൽ മതിൽ ചാടാൻ അവസരം കൊടുക്കരുത്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പ്രതികൾക്ക്, തടവുകാർക്ക് അവസരം കൊടുക്കരുത്. പൊതുവേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം ജയിലിൽ സൗകര്യം ഒരുക്കുന്നത് കൊണ്ടാണ്. കൂടുതലും അവിടെ എത്തുന്ന ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു സൗകര്യം, സ്വാതന്ത്ര്യം ജയിലിൽ കൊടുക്കുന്നു എന്നൊരു വിമർശനമുണ്ട്. അതിനെ എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? അല്ല, ജയിൽ പുള്ളികൾ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ ജയിൽ ശിക്ഷ തന്നെ പ്രധാനമായിട്ട് റിഫോമാണ്. അവരെ എങ്ങനെ പരിവർത്തനം നടത്തി നല്ലവരാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുമോ, അവർക്ക് ബേസിക് ഹ്യൂമൻ അമ്യൂണിറ്റീസ് കൊടുക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. അവർക്കൊരു മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, മനുഷ്യൻ്റെ ചില ബേസിക് അവകാശങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം. ഓഫ്കോഴ്സ് ജയിൽ ജീവിതം ഞാൻ നിയന്ത്രണമാണ്, അത് സ്വാതന്ത്ര്യത്തിലുള്ള നിയന്ത്രണമാണ്. പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാനോ അവരെ അങ്ങനെ തീറ്റിപ്പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. അവർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്.
അവർക്കതിൻ്റെ ഷെയർ കിട്ടുന്നുണ്ട്. ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് ഞാനിതിനു മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ജയിലിലെ സംവിധാനം ഏത് രീതിയിൽ മെച്ചപ്പെടുത്തണം, തടവുകാരെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ എങ്ങനെ സാധിക്കും. അപ്പം തടവുകാരൻ്റെ പരിവർത്തനം, റിഫോം ആണ് ശിക്ഷയുടെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കൂടെ ജയിലിലുണ്ടാകണം. അതേ സമയത്ത് ജയിൽ ചാടാനുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകരുത്. സാറ് നേരത്തെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി, എന്തെല്ലാം റിഫോംസ് നടപ്പാക്കിയെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ട് കുറച്ച് കാലമായി. എല്ലാ റിഫോംസും അതുപോലെ സജസ്റ്റ് ചെയ്തപോലെ ഗവൺമെൻറ് നടപ്പാക്കാൻ കാലം എടുക്കും. അത് സമയമെടുക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഇതുപോലൊരു സുരക്ഷാ വീഴ്ചയുടെ ഒരു ഫോക്കസ് അന്നില്ലായിരുന്നു. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സംസ്ഥാനത്തെ ജയിൽ പോലീസ് സംവിധാനമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല നിലയിൽ നടക്കുന്നതാണ്. ഇങ്ങനെയുള്ള അത്യപൂർവമായ സംഭവങ്ങൾ വച്ച് അതിനെക്കുറിച്ച് പൊതുവേ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. സാർ, അതോടൊപ്പം തന്നെ ഈ ജയിലിൽ നിലവിലിപ്പോൾ തടവ് പുള്ളികളുടെ എണ്ണം കൂടുതലാണ്. 262ഓളം കൊടും ക്രിമിനലുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ജയിലിനെ കുറിച്ചും പരിഗണനയിലുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഈ കമ്മീഷൻ ഒരു സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. അതായത് ജയിൽ പുള്ളികളുടെ ബാഹുല്യം, ജയിലിലെ അസൗകര്യം ഒരു പ്രശ്നമാണ്. പുതിയ ജയിലുണ്ടാക്കാനായിട്ട് ഗവൺമെൻറ് പ്രൊപ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ അത് ആവശ്യം വരുമായിരിക്കും. കാര്യം കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. അതാണ് വലിയൊരു പ്രവണത. അതായത് ഈ ലഹരി കേസുകളാണ് ഏറ്റവും കൂടുതൽ, ലഹരി മരുന്നിൻ്റെ കേസുകൾ. അപ്പോൾ അതെല്ലാം കമ്പൾസറി തടവ് ശിക്ഷ വേണ്ടതാണ്. അപ്പം കുറ്റകൃത്യങ്ങൾ യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ രീതിയിൽ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ജയിൽ സംവിധാനങ്ങൾ കുറച്ചുകൂടെ പരിഷ്കരിക്കണം, കുറച്ചുകൂടെ കൂട്ടണം. ജയിൽ പുള്ളികൾക്ക് ഒരു കഴിയാൻ സാധിക്കുന്ന രീതിയിൽ ജയിലിനെ സംവിധാനം ഒരുക്കണം. കാരണം വെച്ചാൽ എണ്ണം കൂടിയാൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകും. പലപ്പോഴും ഉണ്ടാകുന്ന സംഭവം, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ക്രിമിനലുകൾ അവർ മറ്റ് കേസുകളിലൊക്കെ ഉൾപ്പെട്ട് ജയിലിൽ ചെല്ലുമ്പോൾ പിന്നീട് അവിടെ നിന്നും വലിയ ക്രിമിനലുകളുമായി പരിചയപ്പെടുന്നു, അവരായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം പലപ്പോഴും ജയിലിലുണ്ടാകുന്നുണ്ട്. ഇത് ഈ ഒരുമിച്ച് ഇത്രയും ആളുകളെ പാർപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണോ? അത് ജയിലിലെ ജയിൽ റൂൾ അനുസരിച്ച് ഒരു ബേസിക് അവകാശങ്ങൾ, അവരെ കുളിക്കാൻ വിടും, അവരെ കുറച്ച് നേരത്തേക്ക് ലീഷറിലായിട്ട് വിടാനായിട്ട് തുറന്നു വിടും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ജയിൽ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. ജയിലിലെ ജോലിയെല്ലാം അവരെ ചെയ്യിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ കോണ്ടാക്ട്സ് കംപ്ലീറ്റ് പരസ്പരമായിട്ടുള്ളത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. കൊടും കുറ്റവാളികളെ ഒരേ സെല്ലിൽ വെച്ച് ഗൂഢാലോചന നടത്താൻ അനുവദിക്കരുത്, അത് വേറെ കാര്യം. പക്ഷേ അതേ സമയത്ത് അവർ തമ്മിൽ ഒരിക്കലും കാണാണ്ടിരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കാനോ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ജയിലിൽ ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ചാൽ അവർക്കൊരു ബേസിക് അവകാശങ്ങൾ, അവർക്ക് ബേസിക് നീഡ്സിന് വേണ്ടി തുറന്നു വിടുക, അതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ അവരുടെ മൗലികമായ ഒരു അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജയിലിൽ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ അവകാശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് തന്നെ അവരെ സുരക്ഷ ഉറപ്പാക്കണം. ഒരിക്കലും ജയിൽ ചാടാൻ അവസരം കൊടുക്കരുത്. ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല, വളരെ വേഗത്തിൽ തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതെ. കമ്മീഷനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞാൻ ജേക്കബ് പുന്നൂസുമായിട്ട് അടുത്ത് പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഞാനുമായിട്ടൊരു കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസിന് പർച്ചേസ് റൂൾസ് ഉണ്ടാക്കാനുള്ളൊരു കമ്മീഷന് ഞാൻ ചെയർമാനും ജേക്കബ് പുന്നൂസ് മെമ്പറുമായിരുന്നു. അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൂടെ മെമ്പറായിരുന്നു. അങ്ങനെ ജേക്കബ് പുന്നൂസുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ കഴിവുള്ള ആളും വളരെ വലിയ പരിചയമുള്ള ആളും പോലീസുമായിട്ടും ജയിലുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള ആളുമാണ് ജേക്കബ് പുന്നൂസ്. പോലീസിൻ്റെ സംസ്ഥാന മേധാവിയായിരുന്നു ദീർഘകാലം. അപ്പോൾ അതുകൊണ്ട് കമ്മീഷൻ്റെ റിപ്പോർട്ട് ഒരു കാരണവശാലും വൈകിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും അത് വളരെ കാര്യക്ഷമമായിട്ട് തീർക്കും, സമയബന്ധിതമായിട്ട് തീർക്കും. എത്ര പെട്ടെന്ന് ഇത് തീർക്കാൻ കഴിയും, അങ്ങനെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹവുമായിട്ടും ഈ കമ്മീഷൻ നിയോഗിച്ചതിന് ശേഷം സാർ സംസാരിച്ചിട്ടുണ്ടോ? സാധാരണ സർക്കാരിനൊരു എസ്റ്റിമേറ്റ് ഉണ്ട്. അതായത് സർക്കാർ പരിഗണനാ വിഷയങ്ങളെടുത്ത് കമ്മീഷൻ്റെ ബുദ്ധിമുട്ടുകളും കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാനും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അടുപ്പിക്കാനും ഉള്ള സമയമെടുത്ത് സർക്കാർ ഒരു സമയം നിശ്ചയിക്കും. സാധാരണ കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര കാലത്തിനകം തരണമെന്ന്.
എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്നാണെന്ന് ചോദിച്ചാൽ, പല കമ്മീഷനുകളുടെ ഞാൻ ചെയർമാനായിരുന്നിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് കമ്മീഷനുകളിൽ. അപ്പം എല്ലാ കമ്മീഷനും കഴിയുന്നതും സമയബന്ധിതമായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പ്രയോജനം ചെയ്യില്ല ഗവൺമെൻറ്റിന്. ഏതായാലും വളരെയധികം നന്ദി സാർ. കമ്മീഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ സമയബന്ധിതമായി തന്നെ ഈ കമ്മീഷൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും, ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.